സൈബർ തട്ടിപ്പിലൂടെ 4.3 ലക്ഷം രൂപ, അതായത് നമുക്കറിയാം 1127 കോടി രൂപ മാത്രമാണ് ഇതുവരെ തിരിച്ചുപിടിക്കാനായതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ സൈബർ ക്രൈം പോലും റിപ്പോർട്ട് ചെയ്യുന്നത്. എത്ര ഗൗരവതരമാണ് ഈ തട്ടിപ്പ് എന്നതുകൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കണം. കാരണം അത്രത്തോളം തരത്തിൽ ആളുകളുടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപകൾ കൃത്യമായി തന്നെ കൊണ്ടുപോകുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അതിൽ 10% മാത്രമാണ് തിരിച്ചുപിടിക്കാനാവുന്നത് എന്നതുകൂടി ഇതിനോട് ചേർത്ത് വെക്കുമ്പോഴാണ് ഇതിലുള്ള ഗൗരവം കൂടുന്നത് എന്നതുകൂടി വ്യക്തമാക്കണം. ഈ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഈ തിരിച്ചുപിടിക്കാൻ പോകുന്ന ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ കൂടി ചേർത്ത് വേണം ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ. കാരണം നമ്മൾ പരാതിപ്പെട്ടാൽ പോലും ഇതിൽ എത്ര ശതമാനം ആളുകളെ മാത്രമാണ് കണ്ടെത്താനാകുന്നത് എന്നുള്ള കാര്യം കൂടി ഇതിനോട് ചേർത്ത് വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അനവധി വാർത്തകൾ നമ്മൾ ചേർത്ത് വെച്ച് പോകണം. ഈ കബളിപ്പിക്കപ്പെട്ടതോടെ ഓൺലൈൻ തട്ടിപ്പുകാരെ അടക്കം നമുക്കറിയാം പരാതി പറയുന്ന നിരവധി ആളുകളുണ്ട് എന്നുകൂടി ചേർത്ത് വായിക്കണം. ഓൺലൈൻ തട്ടിപ്പുകാരെ സ്വയം തേടിയിറങ്ങിയ സച്ചിൻ ദേവ് 1 വർഷം പിന്നിടുമ്പോഴും എവിടെയെന്നറിയാതെയാണ് വീട്ടുകാരുള്ളത്. ഉള്ളുനീറി കഴിയുന്ന ഈ കുടുംബം ഇന്ന് തീരാ കണ്ണീരിലാണ്. മധ്യപ്രദേശിൽ ആരുടെ പിടിയിലാണ് എന്ന ഫോൺ സന്ദേശമാണ് ഏറ്റവും ഒടുവിലായി എത്തിയത്. തിരുവനന്തപുരം ഫോർട്ട് സ്വദേശിയായ സച്ചിൻ ദേവ് വീട്ടുകാർ അറിയാതെയായിരുന്നു ഓൺലൈൻ ഇടപാടുകൾ നടത്തിയത്. പോലീസുമായി ചേർന്ന് വീട്ടുകാർ പല സംസ്ഥാനങ്ങളിൽ അന്വേഷിച്ചുവെങ്കിലും ഇതുവരെ ഒരു വിവരവും കിട്ടിയിട്ടില്ല. ഓൺലൈൻ ചതിയുടെ പല സംഭവങ്ങളാണ് നമ്മൾ വെളിപ്പെടുത്തുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് തിരുവനന്തപുരം ഫോർട്ടിലാണ്. സച്ചിദേവ് എന്ന ഗൃഹനാഥൻ അതിന്റെ ഒരു ഇരയാണ്, ഓൺലൈൻ ചതിയുടെ ഇരയാണ്. മാത്രവുമല്ല അദ്ദേഹത്തിന്റെ കുടുംബം ഇന്ന് നേരിടുന്ന വേദന അത് ഒരുപക്ഷെ വാക്കുകളിലൂടെ പ്രതിഫലിപ്പിക്കാൻ കഴിയില്ല. സച്ചിദേവിന് പണം നഷ്ടമാകുന്നു. തുടർന്ന് തന്നെ കബളിപ്പിച്ചവരെ തേടി സച്ചിദേവ് ഇവിടെ നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് പോവുകയാണ്. മധ്യപ്രദേശാണെന്ന് കരുതുന്നു, ബീഹാറുമായി ബന്ധമുള്ള സംഘമാണ് ഈ തട്ടിപ്പ് നടത്തിയതെന്ന് കരുതുന്നു. അതല്ല രാജ്യത്തിന് പുറത്തുള്ള സംഘമാണോ, ഇതൊന്നും തന്നെ വ്യക്തമല്ല. അദ്ദേഹം ഇവിടെ നിന്ന് പോയിട്ട് 1 വർഷമാകുന്നു. സച്ചിദേവിനെ കുറിച്ച് ഇപ്പോൾ വീട്ടുകാർക്ക് ഒരു വിവരവുമില്ല. എന്താണ് സംഭവിച്ചത്? ജൂലൈ 4-നാണ് അച്ഛൻ മിസ്സിംഗ് ആയതാണ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റിയ. ഒരു ജൂലൈ 2-ന് രാവിലെ അച്ഛൻ ഇവിടെ നിന്ന് പോയതാണ്. ജൂലൈ 4-ന് ഉച്ചയായിട്ട് വരും എന്ന് പറഞ്ഞ് രാവിലെ ഒരു കോള് വന്നു. അതിനുശേഷം ഒരു രീതിയിലുള്ള റെസ്പോൺസും, ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അങ്ങനെ നമ്മൾ അന്വേഷിച്ച് പോയപ്പോഴത്തേക്കാണ് മിസ്സിംഗ് ആണെന്നുള്ളത് നമുക്ക് ഉറപ്പായത്. അതിനുശേഷം രാത്രി 12:30 വരെ നമ്മൾ നോക്കി. 12:30ക്കും കാണാണ്ടായപ്പോൾ നമ്മൾ ഫോർട്ടിൽ പോയി കംപ്ലൈന്റ് കൊടുത്തു. അപ്പൊ നമ്മളോട് പറഞ്ഞു തൊട്ടടുത്ത ദിവസം വന്ന് FIR രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം രാവിലെ FIR രജിസ്റ്റർ ചെയ്യുന്നു. ഇതിന്റെ ഇടയിൽ ആണ് അച്ഛന്റെ ജിമെയിൽ വഴി നമുക്ക് മനസ്സിലായത് അച്ഛന്റെ റൂട്ട് അനുസരിച്ച് ലാസ്റ്റ് ലൊക്കേഷൻ ഇട്ടാർസിയാണ്. പക്ഷെ ഫോൺ സ്വിച്ച് ഓഫ് ആവുന്ന അവിടെ വെച്ചിട്ടാണ്, മധ്യപ്രദേശ് ഇട്ടാർസിയിലാണ്. ഈ ഡീറ്റെയിൽസ് ഫുൾ നമ്മൾ പോലീസിന് കൊടുത്തു. അവര് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അതിന്റെ തൊട്ടടുത്ത ഫ്രൈഡേ തന്നെ, ഇത് നടക്കുന്ന ഒരു ട്യൂസ്ഡേ ആണ്, ഫ്രൈഡേ തന്നെ ഇവിടുത്തെ പോലീസും എന്റെ ഹസ്ബൻഡും ചേർന്നിട്ട് ഇട്ടാർസി പോയി ഏതാണ്ട് ഒരാഴ്ചയോളം അവിടെ തന്നെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് അച്ഛനെ ടവർ ലൊക്കേഷൻ ഉള്ള സ്ഥലം, റെയിൽവേ സ്റ്റേഷൻ ഒക്കെ നോക്കി. അപ്പൊ അവിടുത്തെ CCTV ക്യാമറയിൽ അച്ഛൻ അവിടെ നിന്ന് പോകുന്നത് കാണാൻ പറ്റിയിട്ടുണ്ട്, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്നതൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട്. ഈ ടൈമിലാണ് അച്ഛൻ ഇവിടെ ഉള്ള അച്ഛൻ്റെ ഒരു കൊളീഗിനും, അച്ഛൻ ലാബിലാണ് വർക്ക് ചെയ്യുന്നത്, അവിടെ വന്ന് ഇപ്പൊ ആള് മരിച്ചുപോയി. അപ്പൊ നമ്മളുടെ ഒരു നൈബറായിരുന്നു, ആ പുള്ളിക്കും ലാസ്റ്റ് കോൾ അവർക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവരുടെ കോൾ ഓട്ടോമാറ്റിക് റെക്കോർഡ് കിടന്നുകൊണ്ട് ആ കോൾ റെക്കോർഡിംഗ് നമുക്ക് കിട്ടി. അച്ഛൻ പറയുന്നത് അച്ഛൻ ഇങ്ങനെ കാശ് നഷ്ടമായി, അപ്പം അച്ഛൻ അവരെ കണ്ട് അച്ഛന്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു നോക്കാൻ ചിലപ്പോൾ കാശ് തിരിച്ചു കിട്ടുമായിരിക്കും. അതായത് തട്ടിപ്പുകാരെ കണ്ടിട്ട് നമ്മുടെ ഒരു പ്രയാസം പറയുമ്പോൾ അവർ തിരിച്ചു തരുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ചിലപ്പോ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ അച്ഛൻ വിചാരിച്ചിട്ട് ആ സമയത്ത് നമുക്ക് അറിയില്ലല്ലോ, നമുക്ക് എങ്ങനെയെങ്കിലും ഒരാളെ കൺവിൻസ് ചെയ്യാന്നല്ലേ നോക്കുള്ളൂ. എന്തുകൊണ്ട് അച്ഛൻ നമ്മളോട് പറഞ്ഞില്ലെന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മളിപ്പോ വിചാരിക്കുന്നു ഒരുപാട് രീതിയിലുള്ള ബ്ലാക്ക് മെയിലിന്റെ ഒരുപാട് കേസ് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനത്തെ കേസാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. നമുക്ക് വിഷമമുള്ള രീതിയിൽ ഒറ്റയ്ക്ക് സോൾവ് ചെയ്യാന്ന് വിചാരിച്ചിട്ടായിരിക്കും ആരെങ്കിലും അച്ഛനെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോ അതിനുശേഷം നമുക്ക് ഒരു ഫോൺ ഓൺ ആയിട്ടില്ല, അച്ഛന്റെ കാർഡുകളൊന്നും ആക്റ്റീവ് ആയിട്ടില്ല. കണ്ടിന്യൂസ് ആയിട്ട് പോലീസ് മോണിറ്റർ ചെയ്യുന്നുണ്ട്. നമ്മൾ CM-നും റിപ്പീറ്റഡ് ആയിട്ട് ലെറ്റർ അയക്കുന്നുണ്ട്. അപ്പൊ സ്റ്റേഷനിൽ നമ്മളടുത്ത് ചോദിക്കുമ്പോൾ അവര് അന്വേഷിക്കുന്നുണ്ട്, ക്രൈംബ്രാഞ്ചാണ് ഇപ്പൊ അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞു.
ഇതല്ലാണ്ട് നമ്മൾ ഈ ടാക്സി പോയപ്പോൾ തന്നെ സുരേഷ് ഗോപി സാർ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടുത്തെ CM-നെ വിളിച്ചിട്ട്. അപ്പൊ അവരെ പറ്റുന്ന രീതിയിലൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ ഒരു രീതിയിലും ഫ്രണ്ടിലോട്ട് പോകാൻ ഒരു ലീഡ് നമുക്ക് കിട്ടുന്നില്ല. ഇപ്പൊ നമ്മള് പോലീസിനെ ബ്ലെയിം ചെയ്യാന്ന് വെച്ചാൽ കോമൺ സെൻസ് നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു ലീഡ് വേണ്ടേ, എന്തിനെ കുറിച്ച് അവർ അന്വേഷിക്കണം, അങ്ങനെ ഒന്നുമില്ല. അച്ഛന്റെ ഒരു രീതിയിലുള്ള അച്ഛനെ കുറിച്ചുള്ള ഒരു കംപ്ലൈന്റോ ഒരാളടുത്ത് മോശമായിട്ടോ ദേഷ്യത്തിൽ സംസാരിച്ചൊരു ഇതോ അങ്ങനെ ഒരു കേസും ഇല്ല. അങ്ങനെ ഒരു നല്ലൊരു ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് ഉള്ള ഒരാളുടെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ എന്ത് രീതിയിൽ മുന്നോട്ട് അന്വേഷിക്കണം എന്ന് അറിഞ്ഞൂടാ. ഒരു രീതിയിലുള്ള ത്രട്ടണിങ്ങും വന്നിട്ടില്ല നമുക്ക് ഇതുവരെ. ഒരു വർഷമായിട്ട് അച്ഛനെ അന്വേഷിക്കുകയാണല്ലോ. അപ്പോൾ അമ്മയുണ്ട്, സഹോദരി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. നമ്മുടെ ഒരു വീടിന്റെ സാഹചര്യവും വലിയ പ്രയാസത്തിലായിരിക്കും. അമ്മയും വർക്ക് ചെയ്യണം, അമ്മയും അച്ഛനും ഒരുമിച്ച് വർക്ക് ചെയ്യണം. അപ്പം നമ്മളുടെ മെയിൻ ഇതും അതാണ്. അച്ഛനും അമ്മയും ഒരേ സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അവർ ഒരുമിച്ച് ഓഫീസിൽ പോയി ഒരുമിച്ച് തിരിച്ചു വരുന്നു. ഇതിന്റെ ഇടയിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അറിയില്ല. ഓൺലൈൻ സംഭവിച്ച കാര്യമാണെന്ന് മാത്രം നമുക്ക് അറിയാനുള്ള റീസൺ ഫോണിൽ നോക്കിയപ്പോൾ ഒരുപാട് ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റന്റ് മണി ആപ്ലിക്കേഷൻസ് കണ്ടു. ഈ ആപ്സ് ഒന്നും ജെന്യുവൻ ആപ്സ് അല്ലായിരുന്നു, എല്ലാം ഫ്രോഡ് ആപ്പാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന കുറെ ഇതാണ്. അതെങ്ങനെ അച്ഛന്റെ ഫോണിൽ ഇൻസ്റ്റാൾ ആയെന്ന് അറിഞ്ഞൂടാ. അതിൽ നിന്ന് ഡൗട്ടുള്ള കാര്യം, അച്ഛൻ യാത്ര ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ ടാക്സി പൊക്കോണ്ടിരുന്ന സമയത്ത് വരെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടായിരുന്നു ഫോണിൽ. അപ്പം അങ്ങനെ ഒരു ടെൻഷനിൽ നിന്ന് വീട്ടിൽ നിന്ന് ദൂരോട്ട് ഇറങ്ങി പോകുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും ഫോണിൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യില്ല. അച്ഛന് ഫിനാൻഷ്യൽ പ്രോബ്ലം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. നമ്മള് തീരെ ഡൗൺ അല്ല, പക്ഷെ എന്നാ അത്യാവശ്യം ക്രെഡിറ്റ് കാർഡിലുള്ള കുറച്ച് പർച്ചേസസ് അച്ഛനുണ്ട്. അല്ലാണ്ട് ഒരുപാട് ആരുടെ അടുത്തൊന്നും കടം വാങ്ങിച്ച് ഇപ്പൊ ഒരു വർഷമായി ആരും ഇതുവരെ അച്ഛൻ കടം തരാനുണ്ടെന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ടില്ല. ആകെ ഈ ക്രെഡിറ്റ് കാർഡിലെ ബാലൻസ് മാത്രമേ ഉള്ളൂ. അതും മന്ത്ലി കുറച്ച് ഡ്യൂ ആയിട്ട് പൊക്കോണ്ടിരുന്നത് സാലറി നിന്നപ്പോൾ വരുന്നില്ല. അവര് മാത്രമാണ് അന്വേഷിച്ച് വരുന്നത്. ബജാജിന്റെ ഒരു കാർഡ് ഉണ്ടായിരുന്നു. ആ ബജാജിന്റെ ഒരു ലോൺ അച്ഛൻ എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു 3 lakhs. ആ ലോൺ എടുത്തതിന് ശേഷമാണ് അച്ഛൻ ഈ അൺയൂഷ്വൽ ആയിട്ടുള്ള കോള് വന്ന്, ഞാൻ ഫെബ്രുവരിയിൽ അച്ഛനൊരു കോള് വന്നിട്ടുണ്ടായിരുന്നു. ഈ കോള് വരുന്നതും അതിനുശേഷം സംഭവിച്ചതൊക്കെ ഈ ബജാജിന്റെ ലോൺ എടുത്തതിന് ശേഷമാണ്. അത് റിലേറ്റഡ് എന്തോ ആണെന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. കാരണം ഒരു ബജാജിന്റെ ഒരു സൂപ്പർ കാർഡിൽ നിന്ന് 50,000 rupees ആണ് പോയത്. ആ എമൗണ്ട് പോയ ഉടനെ തന്നെ അച്ഛൻ അതിലോട്ട് അൺയൂഷ്വൽ ട്രാൻസാക്ഷൻ ആണെന്ന് പറഞ്ഞാൽ ആ കാർഡ് ബ്ലോക്ക് ചെയ്യാൻ മെയിൽ അയച്ചിട്ടുണ്ട്. അതേ സമയത്ത് അച്ഛന്റെ കോൾ ഡീറ്റെയിൽസ് എടുത്തപ്പം അച്ഛൻ അതേ ടൈമിൽ ഒരു ഹാഫ് ആൻ അവർ ഒരാളുമായിട്ട് സംസാരിക്കുകയായിരുന്നു. ആ കോള് DACB ബജാജിന്റെ DACB സൂപ്പർ ക്രെഡിറ്റ് കാർഡ് എന്നാണ് അതിന്റെ പേര്. ആ കാർഡുമായിട്ട് സംസാരിക്കുകയായിരുന്നു. DACBയെ കുറിച്ച് അച്ഛന്റെ മാപ്പിൽ സെർച്ചും ചെയ്തിട്ടുണ്ട് ഇതേ സമയത്ത്. അതേപോലെ ക്രൈംബ്രാഞ്ചിന്റെ ലൊക്കേഷൻ സെർച്ച് ചെയ്തിട്ടുണ്ട്. ഒരു സാധാരണ വീട്ടിലുള്ള ഒരാള് പോലീസ് സ്റ്റേഷൻ സെർച്ച് ചെയ്യുന്ന ഓക്കെ, അയാൾ ക്രൈംബ്രാഞ്ച് സെർച്ച് ചെയ്യണമെങ്കിൽ അത്രയും വലിയ എന്തെങ്കിലും പ്രശ്നം സ്വയം സോൾവ് ചെയ്യാൻ വിചാരിച്ചിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ കാർഡിന്റെ ജെനുവിനിറ്റി നിങ്ങൾ നോക്കിയിരുന്നു? അത് ജെനുവിൻ ആയിട്ടുള്ള സ്ഥാപനമാണോ അല്ലെങ്കിൽ അത് ഫേക്ക് ആയിട്ട് എന്തെങ്കിലും വരുന്നതായിട്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? എനിക്ക് DACBയെ കുറിച്ച് നല്ല ഡൗട്ട് ഉണ്ട്. കാരണം ആ കാർഡിന്റെ ഡീറ്റെയിൽസ് ഇപ്പോഴാണ് ബജാജിന്റെ കാശ് അന്വേഷിച്ചുള്ള ആൾക്കാർ വരുന്നത്. അവരടുത്ത് മിസ്സിംഗ് ആണെന്ന് പറയുമ്പോൾ അവർ പോകുന്നുണ്ട്, അവർ കൂടുതൽ കമ്പൽ ചെയ്യുന്നൊന്നുമില്ല. പക്ഷെ ഈ DACBയെ കുറിച്ച് നമ്മൾ ആ സമയത്ത് അന്വേഷിച്ചപ്പോൾ അവർക്കൊരു ഓഫീസ് ഇല്ല. അവർ നമ്മളടുത്ത് കാശ് വാങ്ങിക്കാൻ വന്ന ആൾക്കാരടുത്ത് നമ്മൾ ചോദിക്കുമ്പോഴും അവര് പറയുന്ന അവർക്കൊരു പെർട്ടിക്കുലർ ഓഫീസ് ഇല്ല, അവരുടെ ഓഫീസ് അവിടെയാണ് ഇവിടെയാണ്, അവർക്കൊരു ക്ലിയർ ആൻസർ തരാനില്ല. അങ്ങനെ ഒരു സ്ഥാപനം എന്ത് ട്രസ്റ്റിലാണ് ആൾക്കാര് അവരുടെ കാശ് വാങ്ങിച്ചിട്ട് തിരിച്ചു ക്ലാരിറ്റിക്ക് ചോദിക്കുകയാണ്. അതായത് ക്രെഡിറ്റ് കാർഡ് എന്നുള്ള എമൗണ്ട് ആണ് പോകുന്നത്, അത് ഈ പറയുന്ന സ്ഥാപനത്തിലേക്കാണ് ബജാജിന്റെ ക്രെഡിറ്റ് കാർഡാണത്. അപ്പൊ നമ്മൾ ആ ബജാജിന്റെ ക്രെഡിറ്റ് കാർഡ് ഈ കാശ് വാങ്ങിക്കാൻ വന്നവരോട് ചോദിച്ചപ്പോൾ അവര് പറയുന്നത് അവർക്കൊരു ഫിസിക്കൽ ഓഫീസ് ഇല്ലെന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. ഈ ഓൺലൈൻ ചതികളിൽ ഓരോ കുടുംബങ്ങളും എത്രമാത്രമാണ് തീതെന്ന് കഴിയുന്നത്. അതിന്റെ ഒരു ഉദാഹരണമാണ് സച്ചിദേവന്റെ കുടുംബത്തിന്റെ അവസ്ഥ. ഒരു വർഷമായി ഗൃഹനാഥനെ കാണാത്ത അവസ്ഥ. 2 പെൺകുട്ടികളാണ് അദ്ദേഹത്തിന്. അച്ഛനെ കാത്തിരിക്കുന്ന ഒരു കുടുംബം, അദ്ദേഹത്തിന്റെ ഭാര്യയുണ്ട്. നമുക്ക് ഇങ്ങനെ ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ഒരു ബോധവൽക്കരണം കൂടിയാണ്. നമ്മൾ ഇത്തരം ചതിക്കെണികളിൽ ചെന്ന് പെട്ടാൽ എത്രമാത്രം സങ്കീർണമായ അവസ്ഥയിലായിരിക്കും പിന്നീട് നമ്മളെ കുടുംബം എത്തിപ്പെടുക എന്നതുകൂടിയാണ് ഇവിടെ മനസ്സിലാകുന്നത്. എത്രയും പെട്ടെന്ന് അദ്ദേഹം തിരിച്ചു വരട്ടെ എന്ന ഒരു പ്രാർത്ഥന മാത്രമാണ് ഞങ്ങൾക്കുമുള്ളത്. അങ്ങനെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ വിഷമം എത്രയും പെട്ടെന്ന്, നിങ്ങളുടെ വേദന മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങളും ആത്മാർത്ഥമായിട്ട് അങ്ങനെ ചിന്തിക്കുന്നു. അരുൺ പാലോടിനൊപ്പം VV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം.